എല്ലാവർക്കും നമസ്കാരം. ഹൃദയം മലയാളത്തിന്റെ മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക്, നെറ്റിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദീപ ടീച്ചറുടെ ക്ലാസ്സുകളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ എക്സാമിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. എടുക്കുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ അഡ്മിനെ അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ 25-ാം തീയതിയാണ് നെറ്റ് എക്സാം. വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നെറ്റ് എക്സാമിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ 4 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും വിവിധ വിഷയങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് കേരള സംസ്കാരം എന്ന മൊഡ്യൂളില് നമ്മുടെ നെറ്റിന്റെ സിലബസിലെ 10ാമത്തെ ഇതളാണ് കേരള സംസ്കാരം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലില് കേരള സംസ്കാരത്തെ കുറിച്ച് അധികം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. സമയപരിമിതി തന്നെയായിരുന്നു കാരണം. അതുകൊണ്ട് ഒരു മാർക്കും നഷ്ടമാകരുത്, അല്ലെങ്കിൽ എല്ലാ വിഷയത്തെക്കുറിച്ചും ധാരണ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്ന് കേരള സംസ്കാരം എന്ന ഭാഗത്തില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നതിനേക്കാൾ ഉപരി കുറച്ച് ആ ഭാഗത്തെ കേരള സംസ്കാരം എന്ന ആ ഇതളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എന്ന തരത്തിലായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതിയെടുക്കുക. കൂടാതെ വരാൻ സാധ്യതയുള്ള പഴയ കുറെ ക്വസ്റ്റ്യൻസ് വിലയിരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ മൊഡ്യൂളിനെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ ആ മൊഡ്യൂളിൽ പറയുന്നുണ്ട്, സിലബസിൽ പറയുന്നുണ്ട്. എങ്കിൽ കൂടി കുറച്ച് ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് മിക്ക ചോദ്യങ്ങളും വരാറുള്ളത്. ഉദാഹരണത്തിന് പത്രമാസികകളുമായി ബന്ധപ്പെട്ട്, പഴയ നവോത്ഥാന മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട്, പിന്നെ പഴശ്ശി കലാപം, കുണ്ടറ വിളംബരം, അതുപോലെയുള്ള കാര്യങ്ങള്, ഇതൊക്കെ ബന്ധപ്പെട്ടാണ് കൂടുതൽ ചോദ്യങ്ങളും ആ ഭാഗത്ത് നിന്ന് വന്ന് കാണാറുള്ളത്. അതിനെയൊക്കെ ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് കൃത്യം 7:30 ക്ലാസ്സുകൾ ആരംഭിക്കാം. ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? 1-2 വർഷങ്ങൾക്ക് മുമ്പ് നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. എ, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് അറബിക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. ബി, കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. സി, പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നു. ഡി, മാമാങ്കം നടന്നിരുന്നത് പെരിയാറിന്റെ തീരത്തായിരുന്നു. ഈ ചോദ്യം കേരള സംസ്കാരത്തിലെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്ന ഭാഗത്ത് നിന്ന് വന്നതാണ്. പൊതുവെ ആ ഭാഗത്ത് നിന്ന് നെറ്റ് പരീക്ഷയ്ക്ക് അധികം ചോദ്യങ്ങൾ ചോദിക്കാറില്ല. വളരെ വിരളമായിട്ടാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങള് നെറ്റ് പരീക്ഷയ്ക്ക്, അതും ഈ പ്രസ്താവന രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ആദ്യത്തേത്, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് അറബിക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. ഇത് ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. സാർ, ആ 2ാമത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കോ? ഇവിടെ കേരളത്തിന്റെ ഒരു മാപ്പ്, ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മൾ സ്കൂൾ തലം തൊട്ട് പഠിക്കുന്ന ചിത്രമാണ് ഇത്. നോക്കിക്കഴിഞ്ഞാല് കേരളത്തിലെ 14 ജില്ലകൾ കാണാം. ഒരു ഭാഗത്ത് അറബിക്കടല്, മറ്റൊരു ഭാഗത്ത് തമിഴ്നാടും കർണാടകവും കാണാൻ സാധിക്കും. ഇവിടെ ചോദ്യമുള്ളത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് അറബിക്കടലും
പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും സ്ഥിതി ചെയ്യുന്നു. ഈ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തും കർണാടകവും തമിഴ്നാടും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കിഴക്ക് ഭാഗത്തുമാണ്. പശ്ചിമഘട്ടവും ആ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. പൊതുവെ നമ്മൾ പറയാറുള്ളത് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടല്, കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, വടക്ക് ഭാഗത്ത് കർണാടക, ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി രണ്ടാമത്തേത്, കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. നമുക്കറിയാം കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ്. 3 മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അവ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കബനി, ഭവാനി, പാമ്പാർ ഇവയാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ. ഇത് 3 കാവേരിയുടെ പോഷക നദികളാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി അടുത്ത പ്രസ്താവന. അപ്പോൾ പ്രസ്താവന ബി ശരിയാണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ പ്രസ്താവന, പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം കൂർഗിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. ഡി, മാമാങ്കം നടന്നിരുന്നത് പെരിയാറിന്റെ തീരത്തായിരുന്നു. മാമാങ്കം നടന്നിരുന്നത് പെരിയാറിന്റെ തീരത്തായിരുന്നില്ല, ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം നടന്നിരുന്നത്. അപ്പോൾ പ്രസ്താവനകളില് ബിയും സിയുമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി എന്നിവ ശരിയാണ് എന്നതാണ് ഇതിന് ഉത്തരം. ഇത് ക്ലിയർ ആയോ? ഒന്ന് കമന്റ് ബോക്സിൽ ഇടുവോ? ഓക്കെ. അപ്പോ കേരളവുമായി ബന്ധപ്പെട്ട, കേരളത്തിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങള്. 14 ജില്ലകള്, അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്ത്, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. വയനാട് ജില്ല കർണാടകമായും തമിഴ്നാടുമായും 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ്. പിന്നെ നമ്മുടെ പശ്ചിമഘട്ടം, കിഴക്ക് ഭാഗത്ത് നമുക്ക് പശ്ചിമഘട്ടമുണ്ട്. പിന്നെ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 മാത്രം കിഴക്കോട്ടും ഒഴുകുന്നു. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. കേരളത്തിലെ ഇപ്പൊ കാസർഗോഡും കണ്ണൂരും ഒക്കെ മറ്റ് സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതിപ്പോ കാസർഗോഡും കണ്ണൂരും കർണാടകവുമായി അതിർത്തി പങ്കിടുന്നു. അതുപോലെ തിരുവനന്തപുരം ഒക്കെ, പാലക്കാടൊക്കെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു. എന്നാൽ 2 സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. അത് ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചരിത്ര സംഭവങ്ങൾ കാലക്രമം അനുസരിച്ച് ശരിയായ ഗണം. നമ്മൾ ആ ക്വസ്റ്റ്യൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചരിത്ര സംഭവങ്ങൾ കാലക്രമം അനുസരിച്ച് ശരിയായ ഗണം തിരഞ്ഞെടുക്കാനായിരുന്നു ചോദ്യം. ഇതിൽ വന്ന 4, പഴശ്ശി കലാപം, തൃപ്പടിദാനം, കുണ്ടറ വിളംബരം, കുളച്ചൽ യുദ്ധം. ഈ 4 കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സാമാന്യമായിട്ടൊരു ധാരണ നേടാം. കാരണം പല പരീക്ഷകൾക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് പഴശ്ശി കലാപം. പഴശ്ശി കലാപം പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം 1793 തൊട്ട് 1805 വരെയാണ്. 1793 തൊട്ട് 1805 വരെയാണ്. അതില് ഒന്നാം പഴശ്ശി വിപ്ലവം 1793 തൊട്ട് 1797 വരെയും, രണ്ടാം പഴശ്ശി വിപ്ലവം 1800 തൊട്ട് 1805 വരെയുമാണ്. ആവർത്തിക്കാം. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് 1793 തൊട്ട് 1805 വരെയുള്ള കാലഘട്ടമാണ്. അതില് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ സമയം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെത് 1800 തൊട്ട് 1805 വരെയാണ്. ക്ലിയർ അല്ലേ? പിന്നെ പഴശ്ശിരാജയെ സൂചിപ്പിക്കുന്ന മറ്റ് 2 പേരുകൾ പറയാം.
പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ട രാജാവ്. പൈച്ചി രാജ, പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ. ബ്രിട്ടീഷ് രേഖകളില് പഴശ്ശി രാജയെ ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്: പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്, കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു? കേരള സിംഹം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഉത്തരം സർദാർ KM പണിക്കർ. അടുത്തത്, പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. മുണ്ടക്കയം ഗോപിയാണ് ഉത്തരം. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. അപ്പൊ നമ്മള് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം പറഞ്ഞു. അതുകൂടാതെ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പ്രധാന പുസ്തകങ്ങൾ കൂടി പറഞ്ഞു. ഇവ രണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി പഴശ്ശി കലാപത്തിന് ശേഷം തൃപ്പടിദാനാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. തൃപ്പടിദാനം. തൃപ്പടിദാനം വർഷം 1750 ആണ്. തൃപ്പടിദാനം 1750. എന്താണ് തൃപ്പടിദാനം എന്ന് പറഞ്ഞാല്? മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം. ഈ തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെടാൻ ആരംഭിച്ചു. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. രണ്ടാം തൃപ്പടിദാനം നടന്നത് 1766 ഒന്നാം തൃപ്പടിദാനം 1750 നമ്മൾ പറഞ്ഞു. രണ്ടാം തൃപ്പടിദാനം 1766. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. തൃപ്പടിദാനം ഉമാമഹേശ്വരി. അടുത്തത് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം മൂന്നാമത്തെ ഓപ്ഷനാണ്. കുണ്ടറ വിളംബരം. ഇത് നടന്ന വർഷം 1809 ആണ്. കുണ്ടറ വിളംബരം 1809 ആണ്. ഈ കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയായിരുന്നു. വേലുത്തമ്പി ദളവയായിരുന്നു. അത് നടന്ന സ്ഥലം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമായിരുന്നു. അടുത്തത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 1741. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെയായിരുന്നു? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യോ? കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെയായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിരുന്നു ഈ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ഈ യുദ്ധത്തിന്റെ അവസാനം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി അല്ലെങ്കിൽ ഡച്ചുകാരെ ഇന്ത്യൻ ഭരണാധികാരി പരാജയപ്പെടുത്തിയത് ഈ കുളച്ചൽ യുദ്ധത്തിലൂടെയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ നമുക്ക് 4 ചരിത്ര സംഭവങ്ങളുടെയും വർഷം കിട്ടി. പഴശ്ശി കലാപം, തൃപ്പടിദാനം, കുണ്ടറ വിളംബരം, കുളച്ചൽ യുദ്ധം. പഴശ്ശി കലാപം 1793 തൊട്ട് 1805 വരെ, തൃപ്പടിദാനം 1750, കുണ്ടറ വിളംബരം 1809, കുളച്ചൽ യുദ്ധം 1741.
ഇനി ഇതൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ ഓർഡർ അനുസരിച്ച് ആദ്യം നടന്നത് ഏത് എന്ന ഒരു ഓർഡർ അനുസരിച്ച് ഓരോരുത്തരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വർഷം പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ മതി. ഒരാള് മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ആദ്യം നടന്നത് ഏതായിരുന്നു? ഇതിൽ ആദ്യം കുളച്ചൽ യുദ്ധം. അതെ, കുളച്ചൽ യുദ്ധമായിരുന്നു ആദ്യം നടന്നത്. അപ്പോൾ ഡി ആണ് ആദ്യം വരുന്നത്. കുളച്ചൽ യുദ്ധം ഡി ആണ് ആദ്യം വരിക. അതിനുശേഷം നടന്നത് തൃപ്പടിദാനമായിരുന്നു. അപ്പോൾ ഡി ഡി ഡി. മൂന്നാമത്തേത് പഴശ്ശികലാപം. യെസ്, പഴശ്ശികലാപം. ഫോർത്ത് വൺ കുണ്ടറ വിളംബരം. വെരി ഗുഡ്. ഫോർത്ത് വൺ കുണ്ടറ വിളംബരം. അപ്പോൾ ഡി ബി എ സി എന്നതാണ്. മൂന്ന് പേര് ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന് സമാനമായ മറ്റ് ചരിത്ര സംഭവങ്ങൾ നടന്ന വർഷം കൂടി ഞാൻ ഒന്ന് പറയാം. കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് എഴുതിയെടുക്കുക. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ആറ്റിങ്ങൽ കലാപം 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആറ്റിങ്ങൽ കലാപത്തെയാണ്. അത് നടന്നത് 1721. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, കുറിച്യർ ലഹള നടന്ന വർഷം. കുറിച്യർ ലഹള നടന്നത് വയനാട്ടിലായിരുന്നു. വർഷം 1812. 1812. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധമായിരുന്നു. മറ്റൊരു പ്രധാന പുസ്തകത്തിന്റെ പേര് കുറിച്യരുടെ ജീവിതവും സംസ്കാരവും. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും. ഈ പുസ്തകം എഴുതിയത് കുമാരൻ വയലേരിയാണ്. കുമാരൻ വയലേരി. അടുത്തത് മലബാർ കലാപം 1921. 1921. അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് വാഗൺ ട്രാജഡി. അതേ വർഷം 1921. അടുത്ത സമരം മൊറാഴ സമരം. മൊറാഴ സമരം 1940. 1940. മൊറാഴ ഏത് ജില്ലയിലാണ്? മൊറാഴ സമരം നടന്ന മൊറാഴ ഏത് ജില്ലയിലാണ്? യെസ്, കണ്ണൂരാണ്. കണ്ണൂരാണ്. കയ്യൂർ സമരാണ്. കയ്യൂരാണ് കാസർഗോഡ്. കയ്യൂർ സമരം നടന്നത് 1941. കയ്യൂർ സമരം നടന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണ് കയ്യൂര്. മൊറാഴ കണ്ണൂരാണ്. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ. കയ്യൂർ സമരത്തെ നമ്മൾ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലാണ് നടന്നത്. ആ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏത്? മീനമാസത്തിലെ സൂര്യനാണ് ഉത്തരം. മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചതാര്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. നിരഞ്ജന. നിരഞ്ജന. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1900. യെസ്, വെരി ഗുഡ്. 1946. ചാന്നാർ ലഹള നടന്ന വർഷം. ശ്രദ്ധിക്കുക, ഒന്നാം ചാന്നാർ ലഹള 1822. 1822 ഒന്നാം ചാന്നാർ ലഹള. പക്ഷേ നമ്മൾ ചാന്നാർ ലഹള പിന്നീട് നടന്നത് 1859 വർഷം. 58 അല്ല, 59 വർഷം.
മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം യെസ് 1891. എതിർ മെമ്മോറിയലും അതേ വർഷമാണ് സമർപ്പിക്കപ്പെട്ടത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം യെസ് 1924. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926 ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ആണ്. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. 1932. കരുവള്ളൂർ സമരം നടന്ന വർഷം 1946. കരുവള്ളൂർ സമരം 1946. കരുവള്ളൂർ ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലെ പ്രദേശമാണ് കരുവള്ളൂർ. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങളുടെ വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാല് ഇവ കാലക്രമം അനുസരിച്ച് ക്രമപ്പെടുത്താൻ വന്നാല് നമുക്ക് എളുപ്പത്തില് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് രൂപീകൃതമായ വർഷം അനുസരിച്ചുള്ള പൂർവോത്തര ക്രമം. എ സമത്വ സമാജം, ബി സഹോദര സംഘം, സി യോഗക്ഷേമ സഭ, ഡി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ഇ സാധുജന പരിപാലന സംഘം. അപ്പോൾ നമുക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ വർഷം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഈ 5 ആയിരിക്കണം എന്നില്ല അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇതിന് സമാനമായ കേരളത്തില് രൂപീകരിക്കപ്പെട്ട സംഘങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാം. സമത്വ സമാജം 1836 വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിക്കുന്നത്. സമത്വ സമാജം 1836 വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം 1836 വൈകുണ്ഠ സ്വാമികൾ. SNDP 1903 ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവുമുണ്ട്. അടുത്തത് സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. അതേ വർഷം 1907 അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. 1917 സഹോദര സംഘം കെ അയ്യപ്പൻ. 1917 സഹോദര സംഘം കെ അയ്യപ്പൻ. 1917 തന്നെ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. യോഗക്ഷേമ സഭ 1908 സ്ഥാപിച്ചത്. അപ്പോൾ ഇനി ഈ ഓപ്ഷനിലേക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സമത്വ സമാജം 1836. സഹോദര സംഘം 1917. യോഗക്ഷേമ സഭ 1908. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903. സാധുജന പരിപാലന സംഘം 1907. അപ്പോൾ ആ വർഷം ഒന്ന് ക്രമപ്പെടുത്തി പെട്ടെന്ന് തന്നെ അയക്കുക. നമുക്ക് കൂടുതൽ സമയമില്ല, പെട്ടെന്ന് അയക്കുക. സമത്വ സമാജം 1836. സഹോദര സംഘം 1917. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903. ഒന്നും കൂടി വായിച്ചു നോക്കുക. ഓപ്ഷൻ 3 ആണ് ഉത്തരം. ADECB ഈ ക്രമത്തിലാണ് വരിക. സമത്വ സമാജത്തിന് ശേഷം 1903 SNDP, അതിനുശേഷം സാധുജന പരിപാലന സംഘം, ശേഷം യോഗക്ഷേമ സഭ, 1917 സഹോദര സംഘം. ഒന്ന് അത് വായിച്ചു നോക്കാം. ഇനി ഇത്തരം പദങ്ങള് കേരള സംസ്കാരത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വന്നിട്ടുണ്ട്.
ഇവിടെ മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങൾ ചില പദങ്ങൾ തന്ന് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ഏതിനെ സൂചിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. അതിൽ അന്ന് ബഡ്ജറ്റ് പതിവ് കണക്ക് എന്ന നിലയിലാണ് അറിയപ്പെട്ടത്. ചെക്ക് പോസ്റ്റുകളെ, ഇന്നത്തെ നമ്മുടെ ചെക്ക് പോസ്റ്റുകളെ ചൗക്കകൾ എന്നാണ് വിളിച്ചിരുന്നത്. പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ, അത് നമുക്ക് അറിയാം. താലൂക്ക് ഓഫീസുകളെ, ഇന്നത്തെ താലൂക്ക് ഓഫീസുകൾക്ക് സമാനമായ സംവിധാനത്തെ അന്ന് മണ്ഡപത്തും വാതുക്കൽ എന്ന് വിളിച്ചു. തഹസീൽദാർമാരെ കാര്യക്കാർ എന്നും വില്ലേജ് ഓഫീസിനെ പകുതികൾ എന്നും വില്ലേജ് ഓഫീസർമാരെ പാർവതികാർ എന്നും ധനമന്ത്രിമാരെ മുളകുമടിശീലക്കാർ എന്നും വിശേഷിപ്പിച്ചിരുന്നു. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാം, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി പറങ്കികൾ എന്നറിയപ്പെട്ടത് ആര്? പറങ്കികൾ എന്ന് അറിയപ്പെട്ട വിദേശികൾ ആരായിരുന്നു? ഒന്ന് കമന്റ് ബോക്സിൽ ഇടുവോ? പറങ്കികൾ പോർച്ചുഗീസുകാരാണ് ഉത്തരം. യെസ്, പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടത്. പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാരായിരുന്നു. ഫ്രഞ്ചുകാരായിരുന്നു. ലന്തക്കാർ എന്നറിയപ്പെട്ടത് ഡച്ചുകാരായിരുന്നു. അടുത്തത് വെള്ളക്കാർ എന്നറിയപ്പെട്ടത് ആരായിരുന്നു? വെള്ളക്കാർ ബ്രിട്ടീഷുകാരെയാണ് വെള്ളക്കാർ എന്ന് വിളിച്ചിരുന്നത്. യവനർ എന്ന് വിളിച്ചിരുന്നത് ഏത് പ്രദേശത്തെ ആൾക്കാരെയായിരുന്നു? യവനർ. യെസ്, വെരി ഗുഡ്, ഗ്രീക്കുകാരെ ആയിരുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചില രാജവംശങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. അതിന്റെ പഴയ പേര് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. തിരുവിതാംകൂർ രാജവംശം തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജവംശം തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ, തൃപ്പാപ്പൂർ. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം. കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപം.